മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ എന്നാണിപ്പോൾ ചർച്ചയാകുന്നത്. സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കണക്കുകളിലെ അസന്തുലിതാവസ്ഥ വീണ്ടും വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രി അവതരിപ്പിച്ച 2026-27 വർഷത്തെ കേരള ബജറ്റ്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ റവന്യൂ വരവ് 1.82 ലക്ഷം കോടി രൂപയായിരിക്കുമ്പോൾ റവന്യൂ ചെലവ് 2.4 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതോടെ 34,586.66 കോടി രൂപയുടെ റവന്യൂ കമ്മിയാണ് ബജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു: ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നവയോ അതോ കേവലം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രമോ? വിവിധ അക്കൗണ്ടുകളിലെ ക്രമീകരണങ്ങൾക്ക് ശേഷം 1773.46 കോടി രൂപയുടെ നെഗറ്റീവ് ബാലൻസാണ് ബജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരുമാനക്കുറവും കടബാധ്യതയും തുടർച്ചയായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വികസന ചെലവുകളും സാമൂഹ്യക്ഷേമ പദ്ധതികളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതോ 10 വർഷമായി നടത്താതിരുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങളും ക്ഷേമ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കയ്യിലെടുക്കുവാനുള്ള ഒരു ശ്രമമാണോ സർക്കാർ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആശമാരുടെ വരുമാനം ഉയർത്തിയത് എടുത്തു പറയേണ്ട ഒന്നാണ്. സമരത്തെ ഈർക്കൽ സമരമെന്നും കേന്ദ്ര സർക്കാരിനല്ലാതെ കേരള സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞവരുമാണ് 2 ഘട്ടമായി 2000 രൂപ ഉയർത്തിയത്. അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപയാക്കി ഉയർത്തി. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയാക്കി കൂട്ടി. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത്. ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുപക്ഷം എക്കാലവും തുടരുക. സർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ DA-യുടെയും പെൻഷൻകാരുടെയും ക്ഷാമാശ്വാസത്തിൻ്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു. DA, DR കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ധനകാര്യത്തിലെ പുരോഗതി. സർ, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കും, ട്രഷറി അടച്ചിടും, ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത്. അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു നിന്നത് എന്ന ആരോപണം വരുന്നത്. പക്ഷേ ഇപ്പോൾ 2 വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല. കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കടം ദുർവഹമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. സർ, ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം. അതൊരു പരമരഹസ്യമാണ് സർ. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തുടക്കത്തിലെ കണക്ക് കൂട്ടിയിരുന്നു. സർ, നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഞങ്ങൾ ചെയ്തത്. സർ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏകദേശം 1,27,747 കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഇത് മൊത്തം തനത് നികുതി വരുമാനത്തിൻ്റെ കണക്കല്ല. തനത് നികുതി വരുമാനത്തിൻ്റെ 1,27,747 കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. സർ, 2025-26 ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും. മുൻ സർക്കാരിൻ്റെ കാലത്തെ 2016-17 മുതൽ 2021 വരെ ശരാശരി പ്രതിവർഷ തനത് നികുതി വരുമാനം 47,453 കോടിയായിരുന്നു. ഈ സർക്കാരിൻ്റെ ശരാശരി പ്രതിവർഷ വരുമാനം 73,002 കോടി രൂപയാണ്. 2025-26 വർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ശരാശരി തനത് നികുതി വരുമാനം ഇനിയും ഉയരും. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചതും കുടിശ്ശികയുള്ള DA, DR എന്നിവ മാർച്ചിനുള്ളിൽ നൽകുമെന്ന് ഉറപ്പ് നൽകിയതും സർക്കാർ ജീവനക്കാരുടെ വലിയൊരു ആവലാതിക്ക് പരിഹാരമായി. ഇത് ഭരണവിരുദ്ധ വികാരം കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം.
സാമൂഹിക സുരക്ഷാ പെൻഷനായി 14,500 കോടി രൂപ നീക്കിവെച്ചത് സാധാരണക്കാരായ ജനങ്ങളെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയൊരു ചുവടുവെപ്പാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു തുണയാകും. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3,720 കോടി രൂപ മാറ്റിവെച്ചതും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതും പ്രശംസനീയമായ തീരുമാനങ്ങളാണ്. അതേസമയം തടവ് പുള്ളികൾക്ക് മാസം 18,600 രൂപയോളം വേതനം കൊടുക്കുന്ന സർക്കാർ ബജറ്റിലും തടവ് പുള്ളികൾക്ക് വൻ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പരിചയകരണ കേന്ദ്രങ്ങളുടെയും പിന്തുണാ സേവനങ്ങളുടെയും സമഗ്രമായ വിപുലീകരണത്തിനുള്ള പ്രവർത്തനം നടക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജയിലുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള പുതിയ ജയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി ജയിലുകളുടെ നവീകരണത്തിനും സുരക്ഷിതത്വത്തിനും തടവുകാരുടെ ക്ഷേമത്തിനുള്ള പരിപാടികൾ തുടരും. ജയിലുകളുടെ നവീകരണത്തിന് 47 കോടി രൂപയുടെ വിഹിതം വകയിരുത്തുന്നു. നഗരവികസനം. സർ, അതിവേഗം നഗരവൽക്കൃതമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിൽ താമസിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സവിശേഷതകൾ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും പൗരകേന്ദ്രീകൃതമായ സമഗ്ര വികസനത്തിന് നാം ഊന്നൽ നൽകുന്നത്. സർ, രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷനെ ഇടത് സർക്കാരാണ് 2023 നിയമിച്ചത്. കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൗരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 74.56 കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള 1,094.5 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിക്ക് 1,497.26 കോടി രൂപ വകയിരുത്തുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 20 കോടി രൂപയുടെ വർധനയോടുകൂടി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുചിത്വവും മാലിന്യ സംസ്കരണവും. സംസ്ഥാനത്ത് ആദ്യമായി 8 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സർ, മാതൃകാപരമായ പ്രകടനം ഉയർത്തിക്കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു. സർ, ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുൻവർഷത്തേക്കാൾ 145.26 കോടി രൂപയുടെ വർധനയോടുകൂടി 537.48 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസന മേഖലയ്ക്ക് വിവിധ നിർവഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 326.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ കേരളത്തിനായി 20 കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി 25.26 കോടി രൂപയും വകയിരുത്തുന്നു. ബജറ്റ് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ആശങ്കകൾ ബാക്കിയാണ്. കേന്ദ്രവിഹിതത്തിലെ കുറവും കടമെടുപ്പ് പരിധിയും കേരളത്തെ ഞെരുക്കുന്ന സാഹചര്യത്തിൽ ഇത്രയധികം തുക പ്രഖ്യാപിച്ച പദ്ധതികൾക്കായി എങ്ങനെ കണ്ടെത്തുമെന്നത് വലിയ ചോദ്യമാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും വാഗ്ദാന പെരുമഴ മാത്രമാണോ, അതോ നടപ്പിലാക്കാൻ കഴിയുന്ന പ്രായോഗിക പദ്ധതികളാണോ എന്ന് വരും മാസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. ഉൽപാദന മേഖലയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം,
ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചെലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി? ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 70 കോടി വെച്ചത് ഈ പ്രാവശ്യം 80 കോടിയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 90 കോടി വെച്ചത് ഈ പ്രാവശ്യം 95 ആക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി വെച്ചത് 150 ആക്കുന്നു. ഈ 70, 80, 90, 100 വെച്ചെടുത്ത് 38% ചെലവാക്കിയിരിക്കുന്നത്. 38%. മാത്രമല്ല ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാന്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നന്റ് ആയിട്ട് പോവാണ്. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിന്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിന്റെ സൈസ് അങ്ങനെ തന്നെ പോവാണ്. എന്നിട്ട് ഇപ്പൊ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്, ന്യൂ നോർമൽ. എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോ കേരളത്തിന്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ്. അപ്പൊ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇപ്പോ 2021 അധികാരത്തിൽ വന്നത് 2,500 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാൽ 1,600 രൂപയെന്ന് ജനങ്ങളെ കബളിപ്പിച്ചാണ്. കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല. കൊടുത്തോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പൊ വീണ്ടും അത് കൂട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു, ഇവിടെ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ ഇത് കണക്കാണ്. ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് 2% കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായി 11ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളം. മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല. കാരണം കയ്യിൽ പൈസയില്ല. പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ആർ ശങ്കർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത്. അതുപോലെ കടം 2021 അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഈ വരുമാനം വർദ്ധിച്ചു,
എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ. എങ്ങനെയാണെന്നറിയാം, കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിന്. എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കോവിഡൊക്കെ മാറി, അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും. തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള 2025-26 ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു? 1,52,000 കോടി അല്ലേ ആയിരുന്നു. ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത്? 1,37,000 കോടി. 15,000 കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ്. ചെലവ് 1,79,000 കോടി പറഞ്ഞെടുത്ത് 1,73,000 കോടി. കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ 27,000 കോടി, 36,000 കോടി എസ്റ്റിമേറ്റ് വന്നു. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല. കാരണം 2024 ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നു. അവര് ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല, പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല. പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ പോണ പോക്കില് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ? അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പൊ 1 രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല. 1 രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ 5 കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. DA കുടിശ്ശിക. ഇപ്പൊ DA പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ മാസത്തെ മാർച്ചിലും DA ആണ് പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. DA കുടിശ്ശികയുണ്ട്, 6 DA കുടിശ്ശികയുണ്ട്. ഹ്യൂജ് എമൗണ്ട് ആണ്. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് ഈ ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് 1,00,000 കോടിയാണ്. 1,00,000 കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത്. അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവെച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം. കഴിഞ്ഞ വർഷം 48.85 കോടി, ഈ വർഷം അത് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു 70 കോടി, ഈ വർഷം 100 കോടിയാക്കിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിൽ ആകെ 42% മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും രൂക്ഷമായ വന്യജീവി ആക്രമണം നടത്തുന്ന സമയത്ത് നീക്കിവെച്ച തുക ചെറുത്, എന്നിട്ട് അതിന്റെ 42% ചെലവാക്കിയ ആളുകൾ പറയാം ഞങ്ങൾ ഈ പ്രാവശ്യം 100 കോടിയായിട്ട് ഉയർത്തുമെന്ന്. എത്ര ഉയർത്തിയാൽ എന്താ? 35-40 മാത്രമാണ് ചെലവാക്കുന്നത്. ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കുന്ന ഒരു ബജറ്റാണിത്. പ്രഖ്യാപനങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് LDF സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറും. എന്നാൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലെ പാളിച്ചകൾ പദ്ധതികളെ ബാധിച്ചാൽ അത് തിരിച്ചടിയാവുകയും ചെയ്യും.